ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മീൻ വങ്കടയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് റെഡിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മയും ചേട്ടനും കൂടിയാണ് ഏറ്റെടുത്തേക്കുന്നത്. ഇതിൻ്റെ മുള്ളുകൾ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് ആദ്യം മുള്ളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വേണോട്ടെ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ചേട്ടൻ അതിൻ്റെ മുള്ളൊക്കെ അമ്മയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, രണ്ടുപേരും കൂടി ഇതാ മീനുമായിട്ട് നല്ല മൽപ്പിടുത്തത്തിലാണ് കേട്ടോ. നമ്മുടെ കത്തിരിക്ക് കുറച്ച് മൂർച്ച കുറവായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതേ മുള്ളു കളഞ്ഞ മീൻ അമ്മ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. തൊലി കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റില്ല, ഇങ്ങനെ കത്തി കൊണ്ട് ചെത്തി വേണം കേട്ടോ കളഞ്ഞെടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് ചേട്ടനും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ അതിനിടയിൽ ഞാൻ എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തേട്ടാ. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ടുള്ള പുട്ടുണ്ടാക്കണം, പിന്നെ അതിനുള്ള ഉരുളക്കിഴങ്ങ് കറി അതും റെഡിയാക്കണം. ഞാനപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് പുട്ടിനുള്ള പൊടിയൊക്കെ കുഴക്കണുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് കറി വെക്കണം. അപ്പം അമ്മ അപ്പുറത്ത് മീൻ കറിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കണുണ്ട്. അപ്പോൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ട് വേണം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ കിച്ചണിലെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഈ മീൻ കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് ചേട്ടനൊന്ന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തൊക്കെയാണ് അത് റെഡിയാക്കി എടുത്തത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഉരുളക്കിഴങ്ങ് കൂടി അവിടെ റെഡിയാവുന്നുണ്ട്. ഇവിടെ മീൻ വെട്ടിലും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ തലയൊക്കെ ചേട്ടൻ കട്ട് ചെയ്തൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി റെഡിയായി. ഇനി പുട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയുണ്ട് ഇവിടെ പതിവ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നോർമലി ലേറ്റ് ആവും. ബാക്കിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ സമയത്ത് എല്ലാവരും തിരക്കിലും പിന്നെ അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അച്ഛൻ മാത്രമേ വീട്ടിൽ കാണും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടിനെ ഞാനിതാ ഓരോന്നായിട്ട് ബാക്കിൽ നിന്ന് തള്ളി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണേണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ഈ കറികളൊക്കെ തന്നെയുണ്ട്. കടലയും പുട്ടും പിന്നെ അതുപോലെ തന്നെ കപ്പയും പുട്ടും ഉരുളക്കിഴങ്ങും പുട്ടും. എനിക്കിങ്ങനെ പഞ്ചസാര പഴം അങ്ങനെയുള്ള ഐറ്റംസിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം മധുരം എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ അമ്മ മീൻകറിക്കുള്ള തേങ്ങയൊക്കെ ചിരണ്ടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചായ തിളച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ചായയും പുട്ടും കിഴങ്ങറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചേട്ടനുള്ള പുട്ടിൻ്റെ കൂടെ കിഴങ്ങറിയുടെ ഒപ്പം ഇന്നലത്തെ മീൻകറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അച്ഛനും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേങ്ങ വറുക്കണുണ്ട് അമ്മ. അത് മീൻകറിക്കുള്ളതാണ് കേട്ടോ. വറുത്തരച്ചിട്ടാണ് മീൻകറി വെക്കാൻ പോകുന്നത്. ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ഞാൻ പൊതുവേ മീൻ കഴിക്കാത്ത ആളാണെങ്കിലും വറുത്തരച്ച കറികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല വിശപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കഴിച്ചു. അപ്പം അമ്മ വറുത്ത തേങ്ങയൊക്കെ റെഡിയായി കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞപ്പോൾ മീൻകറി സെറ്റാക്കാൻ പോകണായിട്ട് ഇങ്ങനെ മൺചട്ടിയിലാണ് കേട്ടത് ഞങ്ങളിവിടെ മീൻകറി വെക്കാറുള്ളത്. അപ്പോൾ മീനൊക്കെ എടുത്ത് അമ്മ അരപ്പിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി അടപ്പിൽ വെച്ച് നല്ലോണം തിളച്ച് മീൻ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് താളിച്ചിടും. അങ്ങനെയാണ് ഇവിടെ വെക്കുന്നത്. ഇനി അടുത്ത പരിപാടി മീൻ വറുക്കാനുള്ള മസാല റെഡിയാക്കിയിട്ട് അതിൽ പുരട്ടി വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കുരുമുളകും കൂടി ഞങ്ങളുടെ ഈ കുഞ്ഞിടികളിലിട്ട് ഇടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി വെക്കോട്ടെ. ഒരു 10-20 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം ഉണ്ടാവും വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മീനിൽ ഇങ്ങനെ നല്ലോണം വരഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ എന്നാലാണ് നമ്മുടെ മസാല നല്ലോണം ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. നമ്മുടെ കറി എവിടെ ആ നേരം കൊണ്ട് തിളച്ച് റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്പെഷ്യൽ കറികളെന്ന് പറയുമ്പോൾ മീൻകറി ഞങ്ങൾക്ക് മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും കേട്ടോ. മീൻ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് തന്നെ മീൻകറി എപ്പോഴും ഉണ്ടാവും. നമ്മുടെ അച്ഛന് ഹാർബറിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് മീൻ. അപ്പോൾ ഞാൻ മീൻ നല്ല മസാലയൊക്കെ പുരട്ടി നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്കവരുടെയും ഞായറാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മുടെ പണികൾ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്താലും തീരുമ്പോൾ ഒരു നേരവും. മെയിനായിട്ട് ജോലിക്ക് പോകുന്നവരുടെ ആണെങ്കിൽ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അവസ്ഥയല്ലേ. അപ്പോൾ കറി നമ്മുടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി താളിച്ചിടണം. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളിയും, അതായത് ചെറിയ ഉള്ളിയും പിന്നെ വേപ്പിലയും കൂടി നല്ലോണം മുരിച്ചെടുത്തിട്ട് അതിലത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി വറുത്തരച്ച കറി റെഡിയായി. അങ്ങനെ അതിനിടയിൽ നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള പണി ബാക്കിയുള്ളത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് അടിപൊളിയായിട്ട് വൃത്തിയാക്കാനുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകുന്നതാണ്. എന്നാലും ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എല്ലാം ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്യണം നല്ലതാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി നല്ല അടിപൊളിയായിട്ട് ഞാനിതാ കഴുകി വൃത്തിയാക്കാനുണ്ട്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടാവും.
പിന്നെ കഞ്ഞിക്ക് അരി ഇടണം. അപ്പം അതിനുള്ളത് അരിയൊക്കെ ഞാൻ എടുത്തു കഴുകി വൃത്തിയാക്കണം. പിന്നെ ഈ അടുക്കളയിലെ പണികൾ നമുക്ക് ബാക്കിയുള്ളത് അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ വറുക്കാനുണ്ട് കേട്ടോ. മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തെടുക്കണം, അതാണ് ഇനി ബാക്കിയുള്ള പണി. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഈ മീനിൽ മുളകൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കാണും. അപ്പോൾ ഞാൻ മീൻ വറുക്കാനുള്ള ചട്ടിയൊക്കെ എടുത്ത് വെച്ചു. വെളിച്ചെണ്ണ ചൂടായി. നമ്മുടെ മീൻ ഇതാ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി കുറച്ച് പരിപാടികൾ നമുക്ക് മുറ്റത്ത് കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് കേട്ടോ. നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട്. അപ്പം അതിനിടയിൽ ഇതാ നമ്മുടെ ചോറൊക്കെ വെന്ത് ഇതാ കഞ്ഞി ഞാൻ വാർക്കണത്. അപ്പം ഇങ്ങനെയുണ്ട് ഞങ്ങളിവിടെ കഞ്ഞി വാർക്കുന്നത് നമ്മുടെ ചിരവയുടെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ട് വാർക്കുന്നതും. അപ്പോൾ അതിനിടയ്ക്ക് മീനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.